ഇപ്പോൾ ഒരുപാട് ആളുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന തിരക്കിലാണ്. അഥവാ എന്താണ് അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻസാരി ഉസ്താദ് അഭിമാനവും വഹാബ് സക്കാഫി ഉസ്താദ് അപമാനവുമാണെന്ന്. രണ്ടാളും ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ അൻസാരി ഉസ്താദിന് ഞാനടക്കം എല്ലാവരും തെറ്റിദ്ധരിച്ചതുപോലെ അദ്ദേഹവും ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ചു. അതിനുശേഷം ഇത്രയും വിഷയങ്ങൾ വന്നിട്ടും സംസാരം വന്നിട്ടും അദ്ദേഹം അതിൽ പ്രതികരിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പറ്റിയ ഒരു അമളി മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരിക്കട്ടെ, എന്താണ് ഹരീന്ദ്രൻ സഖാവ് പറഞ്ഞിട്ടുള്ളത്? ഹരീന്ദ്രൻ സഖാവ് പറഞ്ഞതിനെ ഇവർ വളച്ചൊടിച്ച് മീഡിയ വണ്ണ് അഥവാ മൗദൂദി ജമാഅത്തെ ഇസ്ലാമി കൊടുത്ത് മദ്രസ ഉസ്താദുമാർ എത്ര കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഇതേപോലെ ആക്ഷൻ കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ടോ? ഹെഡ്ലൈൻ താഴെ, പാലത്തായി കേസിലെ പ്രതി ഹിന്ദു ആയതാണോ നിങ്ങളുടെ പ്രശ്നം? വർഗീയ പരാമർശവുമായി CPIM നേതാവ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും ഇതിന്റെ ലമീർ മടങ്ങുന്നത് നമ്മളിലേക്ക് അഥവാ മുസൽമാനിലേക്കാണെന്ന്. ഒരിക്കലും തന്നെ അല്ല. അദ്ദേഹം അതിന് മുമ്പും ശേഷവും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമാണ് അവിടെ സംസാരിക്കുന്നത്, മതമല്ല അവിടെ സംസാരിക്കുന്നത്. SDPI അതുപോലെ ലീഗ് അതുപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഇതിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നത്, ഇതിൽ പ്രത്യേക ആക്ഷൻ എടുക്കുന്നത് ഈ കുട്ടി മുസ്ലിമും മറ്റവൻ ഹിന്ദു ആയതുകൊണ്ടാണ്. എന്നാൽ CPM അങ്ങനെയല്ല. പ്രതി മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല, ആരാണോ പ്രതി ആ പ്രതിയെ കൂട്ടിലാക്കാൻ നിയമത്തിന്റെ കോടതിയിൽ പപ്പന്റെ വക്കീല് പറഞ്ഞത്, കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീകൃഷ്ണപുരത്ത് മത്സരിക്കുന്നുണ്ട്. CPMന്റെ നേതാവാണ് അദ്ദേഹം CPMന്റെ നേതാവാണ്. അതുകൊണ്ട് CPM കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസാണ് എന്ന് പോലും വാദിക്കുന്ന സമയത്ത് ആ പ്രസ്ഥാനത്തിലെ ഈ വിഷയം അവതരിപ്പിക്കുന്ന ഒരു സഖാവിനെയും മതേതരത്വ പാർട്ടികളെ ഇവർ ഫാസിസ്റ്റ് പാർട്ടിയാക്കുകയും സംഘി ചാപ്പ കുത്തുകയും ചെയ്യുന്ന ഈ ഒരു പ്രവണത ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു മുസ്ലിമിന് അടി കിട്ടണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അടി കിട്ടുമ്പോഴാണ് ഇതേ മുസ്ലിമിന് അടിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് വാർത്തയാക്കാനും സഖാവിനെ സംഘിയാക്കാനും മറ്റുള്ള ആളുകളെ അതുപോലെ തന്നെ RSSകാര് മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് RSSകാരെ ഉപദ്രവിച്ചാൽ മാത്രമാണ് ഇവർക്ക് വാർത്ത കൊടുക്കാനും ഇവരുടെ വോട്ട് ബാങ്കിലേക്ക് മുസ്ലിമിനെ ആകർഷിക്കാനും കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, വളരെ സ്വീറ്റ് പോയിസണമാണ് ജമാഅത്ത് ഇസ്ലാമി. വളരെ അപകടം പിടിച്ച ഒന്നാണ്. മറ്റുള്ള പ്രസ്ഥാനങ്ങളെ പോലെയല്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, ഇവരുടെ ആശയം എന്താണ്? ഇസ്ലാം രാഷ്ട്രം രൂപീകരിക്കുക. RSSന്റെ ആശയം എന്താണ്? ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കുക. രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് തിരിച്ചറിയുക, അകറ്റി നിർത്തുക. മുസ്ലിമിനെ ഇവർ അപകടത്തിലാക്കും. RSS ഹിന്ദുവിനെ എങ്ങനെയാണോ അപകടത്തിലാക്കുന്നത്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിമിനെയും അപകടത്തിലാക്കും എന്നുള്ളത് ഇപ്പോൾ UDFന്റെ കൂടെ നിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗൊക്കെ വാരി പറയുന്നുണ്ട്, താൽക്കാലികമായ വിജയം മാത്രമാണ് UDFനും മുസ്ലിം ലീഗിനും കിട്ടുള്ളൂ. ആത്യന്തികമായ വിജയം തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും. അത് മനസ്സിലാക്കിയാൽ UDFന് തന്നു. ഹരീന്ദ്രൻ സഖാവിന്റെ പ്രഭാഷണത്തിൽ കണ്ട വർഗീയത എന്തേ ജമാഅത്തെ ഇസ്ലാമിക്കാരാ? നീ PK ബഷീറിന്റെ ഈ പ്രഭാഷണത്തിൽ കണ്ടില്ല? ഏതെങ്കിലും മോദിയന്മാര് അണ്ട് മുസ്ലിംമാര് ആരെങ്കിലും പോയപ്പോ ഓരെ പോയിക്കാട് എന്തിനാണ് ഈ തൊക്കണ്? നിങ്ങൾ CPM ഒരു പാർട്ടിയല്ലേ, ഒരു അന്തസ്സുണ്ട്, ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ. അപ്പോൾ 2 മോദിയന്മാര് വരും, അതിനെ ഡിപ്റ്റി കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഞാൻ അല്ലേ ബാക്കിൽ പോയി നോക്കി, ഉള്ളൊക്കെ മന്ത്രി അതിന്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ കുട്ടി ഇതൊക്കെ എന്താണ് ആളല്ലാത്ത ഉടുപ്പില്ലാത്ത വളരെ അപമാനിക്കുന്ന രീതിയിൽ ഉസ്താദുമാരെ സ്വീകരിക്കും. നിങ്ങളൊരു മുസ്ലിം സംരക്ഷകരാണെങ്കിൽ നിങ്ങളൊരു ഉസ്താദിനെ ശിവൻകുട്ടി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ലേ. മുസ്ലിമിനെ നിങ്ങളൊരു കുടുംബമായി കാണുന്നെങ്കിൽ സന്തോഷിക്കുന്നതിന് പകരം ഒരു മുസൽമാനായ ഉസ്താദിനെ സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഇത്ര മ്ലേച്ഛമായിട്ട് ശിവൻകുട്ടിയെ ആക്ഷേപിക്കുന്നു, പിണറായി വിജയനെ ആക്ഷേപിക്കുന്നു, CPMനെ ആക്ഷേപിക്കുന്നു. എന്തിന്റെ പേരിൽ? ഈ മുസ്ലിമായ ഒരു ഉസ്താദിനെ, ഒരു മദ്രസ അധ്യാപകനെ, മതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ സ്വീകരിച്ചതിന്റെ പേരിൽ. അപ്പൊ നിങ്ങളുടെ താല്പര്യം എന്താണ്? മുസ്ലിമിന് അടി കിട്ടണം. മുസ്ലിമിന് എപ്പോഴും മുസ്ലിമിന് അടി കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് വാർത്തയാക്കണം. അതുവഴി നിങ്ങൾ മറ്റുള്ള മതേതര പ്രസ്ഥാനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുസ്ലിമിനെ മാറ്റി നിങ്ങളുടെ തീവ്രവാദം നിലകൊള്ളുന്ന തീവ്രപരമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയുന്ന നിങ്ങളുടെ പ്രസ്ഥാനങ്ങളിലേക്ക് മുസ്ലിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മുസ്ലിമിന്റെ കൂടപ്പിറപ്പല്ല. മുസ്ലിം ഇവിടെ രക്ഷപ്പെടണം, മുസ്ലിമിന് നന്മ കിട്ടണം എന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മതേതര പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കള്ളപ്രചരണങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ ഹരീന്ദ്രൻ മാഷിന്റെ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടാണ് നിങ്ങൾ നുണ പറഞ്ഞത്. പച്ചക്ക് ഞാനടക്കമുള്ള ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഹരീന്ദ്രൻ മാഷ് പറഞ്ഞത് എന്താണ്? പാലത്തായിലെ പെൺകുട്ടിക്ക് വേണ്ടി എല്ലാ കാലത്തും കൂടെ നിന്നിട്ടുള്ള, കേസ് തുടക്കം മുതലേ ഒടുക്കം വരെയും ആ പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ കൂടെ നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് CPIM. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കുട്ടി മുസ്ലിമായതും പ്രതി ഹിന്ദുവായതുമാണോ നിങ്ങളുടെ പ്രശ്നം? അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വലിയ മുതലെടുപ്പ് നടക്കുന്നത് എന്ന് നിങ്ങളോട്, അഥവാ മുസ്ലിങ്ങളോടല്ല, നിങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ അത് മുസ്ലിങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലാക്കി മാറ്റി. പക്ഷെ നിങ്ങളെന്ന് സഖാവ് വിരൽ ചൂണ്ടിയത് SDPIയെയും മുസ്ലിം ലീഗിനെയും ജമാഅത്തെയും ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെയാണ്. മുസ്ലിമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമിനെ വെച്ച് വോട്ടുണ്ടാക്കി
ഇവിടെ വർഗീയതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെയാണ് മതേതര പാർട്ടിയിലെ അംഗമായ സഖാവ് വിലയിരുത്തിയിട്ടുള്ളത്.